ഹായ് നമസ്കാരം. ഇപ്പോൾ ഞാനുള്ളത് ഷില്ലോങ്ങിലാണ്. മേഘാലയൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് സന്ദർശിക്കാവുന്ന സ്ഥലം തപ്പി നടന്നപ്പോൾ ആരോ പറഞ്ഞു വാട്സ് തടാകമാണ് ഇപ്പോൾ അടുത്തുള്ളതെന്ന്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വെച്ചു പിടിക്കാനെന്ന് വെച്ചു. ചുറ്റിലും നല്ല പച്ചപ്പ് നിറഞ്ഞ റോഡ് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഒപ്പം നല്ല വൃത്തിയുള്ള ഗ്രാമം കൂടിയാണ് മേഘാലയ. ഇതേ പോകുന്നത് കണ്ടോ, പോലീസ് ജീപ്പാണത്. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിരുന്ന ജിപ്സി ജീപ്പ്. ഇപ്പോഴും ഈ ജീപ്പൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയം തന്നെ. ഇത് മാത്രമല്ല, വേറെയും വണ്ടികളുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും ഒരു ജിപ്സിയൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ മണക്കുന്ന പോലെ. എന്തായാലും ടൗൺ എത്തി. എന്തോ ഇന്ന് പരിപാടി നടക്കുന്നു തോന്നുന്നു. കാരണം ജനങ്ങളെല്ലാം പുതിയ ഡ്രസ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്ത്രീകൾ അവരുടെ പരമ്പരാഗത ഡ്രസ്സിലും. കത്തോലിക്ക ക്രിസ്ത്യാനികൾക്കൊപ്പം ഗാസി, ജയന്തിയ, ഗാരോ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളാണ് മേഘാലയയിൽ കൂടുതലുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവർഗങ്ങളിലൊന്നാണ് ഗാസി. ഇതേ പോകുന്നു ഷില്ലോങ്ങിലെ ട്രാൻസ്പോർട്ട് ബസ്. ഗവൺമെന്റ് ഓഫ് മേഘാലയ. തരക്കേടില്ലാത്ത ബസ്സാണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം വൃത്തിയുണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥലം എത്താറായി എന്ന് തോന്നുന്നു. കാരണം റോഡിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് കാണുന്നു. യെസ്, അപ്പോൾ നമ്മൾ വാട്സ് തടാകത്തിന്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗവൺമെന്റ് ഓഫ് മേഘാലയ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊരു ബോർഡ് ഫ്രണ്ടിൽ തന്നെ കാണുന്നു. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഉള്ളിലെ കാഴ്ചകളെല്ലാം നമുക്ക് വിശദമായി കാണാം. കുതിരക്കുളമ്പിന്റെ ആകൃതിയിലുള്ള ഈ തടാകം ഒരു ഗാസി തടവുകാരനാണ് പണിഞ്ഞതെന്നും പറയപ്പെടുന്നു. നാൻ പോലോക്ക് അഥവാ പോലോക്ക് തടാകം എന്നാണ് പ്രദേശവാസികൾ ഈ തടാകത്തെ വിളിക്കുന്നത്. വലിപ്പം കുറഞ്ഞ തടാകമാണെങ്കിലും ബോട്ടിങ്ങിനുൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1893-94 കാലഘട്ടത്തിൽ നിർമ്മിച്ച തടാകമാണ് ഈ വാട്സ് തടാകം. അന്ന് അസാമിന്റെ ചീഫ് കമ്മീഷണറായിരുന്ന വില്യം വാർഡിന്റെ പേരിലാണ് ഈ തടാകം അറിയപ്പെടുന്നത്. അത് കിട്ടി. ഇവിടെയുള്ള ജനങ്ങളെല്ലാം സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. അത് ഇവിടെ കാണുന്നുമുണ്ട്. ഡാൻസും പാട്ടുമായിട്ട് അവരെങ്ങനെ അടിച്ചു പൊളിച്ച്. ഹലോ ഹലോ ഗാസി വിഭാഗത്തിൽപ്പെട്ട അവരുടെ പരമ്പരാഗത ഡ്രസ് ഇട്ട് ഒരു കുഞ്ഞു കൊച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ക്യൂട്ടല്ലേ ഒരു കുഞ്ഞു ഫേസ്. അയ്വ സൂപ്പർ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നായാലും ആണുങ്ങളാരും പരമ്പരാഗത ഡ്രസ്സ്, ഈ ഗാസി പരമ്പരാഗത ഡ്രസ്സ് ഇട്ട് കണ്ടില്ല. ഫുൾ പെണ്ണുങ്ങളും കുട്ടികളുമാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും എന്തായാലും അതൊന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. ഒപ്പം അങ്കത്തട്ടിലെ ഒരു പോരാട്ടവും. ചുമ്മാ ആ ചാടി വെട്ടി പറന്നടിഞ്ഞ് ഇരുന്നവർന്ന്. വാട്സ് തടാകം കാണാൻ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗാസി വേഷം കെട്ടി കേരള പീപ്പിൾ നടക്കുന്നത് എല്ലാവരും നോക്കുന്നുമുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.